ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളിൽ പലരും പല കാര്യങ്ങളിലും കൺഫ്യൂസ്ഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ പ്രാർത്ഥന ശരിയായ ദിശയിലാണോ, ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കുമോ, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് മാത്രം ശരിയാകുന്നില്ല. അതെ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളൊരു ചെറിയ മാറ്റം വരുത്തി നോക്കൂ. നമ്മൾ ബുദ്ധി കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇന്നത് നടക്കുമായിരിക്കുമോ, എങ്ങനെയാ ദൈവത്തിന് ഇതൊക്കെ സാധിച്ചു തരാൻ കഴിയുക, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇങ്ങനെയുള്ള പല പല ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് കയറി വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബുദ്ധി കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മളുടെ ഹൃദയം കൊടുത്തു പ്രാർത്ഥിക്കണം. നമ്മളുടെ ഹൃദയമൊക്കെ കൊടുത്തു പ്രാർത്ഥിച്ച ഏത് ദൈവത്തിന് എന്ത് കാര്യമാണോ നടത്തി തരാൻ കഴിയാത്തത്? അതെന്ത് കാര്യമായിക്കോട്ടെ, ഏത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ആയിക്കോട്ടെ, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ എന്തോ ആയിക്കോട്ടെ, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ഹൃദയം കൊടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ടും ഫലം കാണും. അതുപോലെ ഒരു നിശ്ചിത സമയത്ത് ഒരു 41 ദിവസം നിങ്ങൾ ഒരേ രീതിയിൽ പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ടും ഫലം കാണും. നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കാര്യം നടന്നില്ല, അങ്ങനെ ചിന്തിക്കരുത്. ഇന്നും പ്രാർത്ഥിക്കൂ, നാളെയും പ്രാർത്ഥിക്കൂ. അത് ഒരു കറക്റ്റ് സമയത്ത് ഒരു 41 ദിവസം മുടങ്ങാതെ പ്രാർത്ഥിച്ചു നോക്ക്. ഇടയ്ക്ക് ഒരു ദിവസം മുടങ്ങിയതുകൊണ്ടൊന്നും ദൈവം നമ്മളോട് കോപിക്കുകയൊന്നും ചെയ്യില്ല. അത് മുടങ്ങാതെ ആ ദിവസത്തെ സമയം ഒന്ന് മാറി അതെപ്പോഴെങ്കിലും ആ ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് ആ ഒരു ജപം മുടക്കാതിരിക്കാൻ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം നമ്മളിങ്ങനെ എനിക്ക് എവിടെയാണ് എൻ്റെ കാര്യം സാധിക്കാൻ പറ്റുന്നത്, എനിക്ക് ആരോടാണ് പറയാൻ സാധിക്കുന്നത് എന്ന് കരുതി നമ്മളിങ്ങനെ വിഷമിച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ഓടി നമ്മുടെ മനസ്സ് അലഞ്ഞിങ്ങനെ നടക്കും. ആരോട് പറയാൻ പറ്റും, ആരോട് പറഞ്ഞ് എൻ്റെ കാര്യം സാധിക്കാൻ പറ്റും എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കും. ആരോടും പറഞ്ഞിട്ട് നമ്മളുടെ കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതല്ല. നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ കാണുന്ന അതേ സീരിയസ്നെസ്സോടെ വേറൊരാൾക്കും കാണാൻ കഴിയില്ല. അതൊരു തേർഡ് പേഴ്സണാണ്. അവർക്ക് നമ്മളുടെ വിഷമങ്ങൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പം നമ്മളുടെ വിശ്വാസത്തിൽ, നമ്മളുടെ ഇമോഷൻസിൽ നമ്മൾ തന്നെ ദൈവത്തിനോട് നേരിട്ട് സംസാരിക്കുക. അപ്പം നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉറപ്പായിട്ടും ഫലം കാണും. നമ്മൾ സങ്കടപ്പെട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മളുടെ പരാതിയും പരിഭവങ്ങളും നമ്മളുടെ വിഷമങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നമ്മളുടെ വിശ്വാസത്തിന് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ വിശ്വസിക്കുന്ന മൂർത്തി ഏതാണോ, വിശ്വസിക്കുന്ന ദൈവം ഏതാണോ അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ കണ്ടെത്തുക. ആ സമയം നമ്മൾക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾക്ക് അങ്ങോട്ട് നമുക്ക് അതിനു വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്താൻ അല്ലെങ്കിൽ അവിടേക്ക് നമ്മളുടെ ദൈവത്തിനോട് കൂടുതൽ സമയം ചെലവഴിക്കാൻ നമ്മൾക്ക് തോന്നില്ല. അത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ അങ്ങനെ മാറി നിൽക്കാതെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നീ ഇങ്ങനെ ആൾക്കാരോട് പറഞ്ഞു നടന്നാൽ അവർക്ക് നമ്മൾ മാറിക്കഴിയുമ്പം ചിരിക്കാനുള്ള ഒരു കാരണം മാത്രമാണ് ഇതെന്ന് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് ആ സമയങ്ങൾ കൂടി നമ്മളുടെ ദൈവത്തിനോടൊപ്പം കഴിയാൻ നോക്കുക, നമ്മുടെ വിശ്വാസങ്ങളോടൊപ്പം കഴിയാൻ നോക്കുക, നമ്മളുടെ പ്രാർത്ഥനയോടൊപ്പം കഴിയാൻ നോക്കുക. അപ്പം നമ്മൾക്ക് നമ്മൾക്കൊരു ദേവീ വിശ്വാസമാണ് ഉള്ളെങ്കിൽ ദേവിയുടെ കഥകൾ കൂടുതൽ കേൾക്കാൻ നോക്കുക. ഉറപ്പായിട്ടും നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. ഇപ്പോൾ ഒരു കഥകൾ കേട്ടു, 2 കഥ കേട്ടു, എനിക്ക് മനസ്സമാധാനം കിട്ടിയില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരുപാട് സമയം നമ്മളുടെ പ്രാർത്ഥനയ്ക്കും നമ്മളുടെ വിശ്വാസങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉറച്ചു വിശ്വസിച്ച് ഉറച്ച തീരുമാനമെടുത്ത് എന്ത് വന്നാലും എനിക്ക് നീ മാത്രമേ ഉള്ളൂ നാഥ എന്നുള്ള രീതിയിൽ ഭഗവാന്റെ മുന്നിൽ അല്ലെ ഭഗവതിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാൽ ഒരു ദൈവത്തിനും നിങ്ങളെ കൈവിടാൻ കഴിയില്ല. പിന്നെ അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ
പിന്നീട് നമ്മളത് മനസ്സിൽ പേറിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. എനിക്കത് നടക്കും എന്നുള്ള അടുത്ത തലമാണത്. എനിക്കത് നടക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം. ഈ വിശ്വാസത്തിൽ കൂടി നിങ്ങൾ മുന്നോട്ട് പോയി നോക്കൂ. ഇങ്ങനെ ഉറച്ച വിശ്വാസത്തോടുള്ള നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അതൊരിക്കലും ഒരു ദൈവവും കാണാതിരിക്കില്ല. അപ്പോൾ വേണ്ടുന്ന എന്താണ്? നമ്മൾക്ക് വേണ്ടുന്നത് ഹൃദയം കൊണ്ടുള്ള വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാതെ വിശ്വസിച്ച് ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉറപ്പായിട്ടും ഫലം കാണും. ഇതുപോലൊക്കെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.